നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് വാരഫലമാണ്. 2026 ഏപ്രിൽ മാസം 26 ഞായറാഴ്ച മുതൽ മെയ് മാസം 2-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ കാലത്ത് സമ്പൂർണ്ണമായ ഒരു പൊതുഫലമാണ് പരിശോധിക്കുന്നത്. ഈ വാരത്തിൽ ഗ്രഹനിലയിൽ ചില നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നൊരു കാലഘട്ടമാണ്. അതിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും ആരോഗ്യപരമായിട്ടും മനോഭാവത്തിലും എല്ലാത്തിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഓരോ രാശിക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ലളിതമായ ഭാഷയിൽ തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഷെയറും കമൻറ്റും ഒക്കെ നൽകാൻ മടിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും കാര്യം അറിയേണ്ടതായിട്ടുണ്ട് എങ്കിൽ അതിന് ലളിതമായൊരു പീസുണ്ട്, അതും പറയാൻ കേട്ടോ. വെറുതെ ആരുടെയും കാര്യങ്ങൾ നമ്മൾ നോക്കില്ല. കാര്യം അത് മറ്റൊന്നുമല്ല, ഏത് കർമ്മത്തിനും അതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നൊരു ദക്ഷിണയുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു ചെറിയ ദക്ഷിണയുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയേണ്ട വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായി തന്നെ അത് ഒരു സാക്ഷ്യത്വത്തിൽ നിങ്ങളെ അറിയിച്ച് ആ കാര്യത്തിൻ്റെ ഒരു പരിസമാപ്തി ഉണ്ടാക്കുന്നതാണെന്ന് ഇവിടെ അറിയിക്കുകയാണ്. ഈ ആഴ്ചയിലെ ഗ്രഹനില നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സൂര്യൻ മേടൻ രാശിയിലാണ്. അതിൻ്റെ ശക്തമായ സ്ഥിതിയാണ് കേട്ടോ. ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരു സമയമാണ്. സൂര്യൻ മേടൻ രാശിയിൽ എന്ന് വെച്ചാൽ ഏറ്റവും ശക്തമായ നിലയിലാണ് നിൽക്കുന്നത്. ചന്ദ്രൻ മിഥുനം മുതൽ കന്നി വരെയുള്ള രാശിയിൽ സഞ്ചാരം തുടരുകയാണ്. ചൊവ്വ മിഥുനൻ രാശിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു വേഗത വർദ്ധിക്കും. പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ. വ്യാഴം ഇടവൻ രാശിയിലാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ സ്ഥിരത നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കാണുന്നതാണ്. ശുക്രൻ ശനി എന്നിവ കുംഭൻ രാശിയിലാണ്. ബന്ധങ്ങളും ജോലിയും എല്ലാം നിങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നൊരു സമയമാണ് കാണുന്നത്. രാഹു കേതു ഇവ മീനം കന്നി രാശിയിൽ ഇങ്ങനെ തുടരുകയാണ്. ഈ വാരത്തിൻ്റെ പ്രധാനമായ സന്ദേശമെന്ന് പറഞ്ഞാൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഈ വാരഫലത്തിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് മേടൻ രാശി. മേടൻ രാശിയുടെ പൊതുഫലം എന്ന് പറയുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആത്മവിശ്വാസം കൂടുതലായിരിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ആൾക്കാർ വില നൽകുന്ന ഒരു സമയമായിരിക്കും. പഴയ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. അപ്രതീക്ഷിതമായി ചെറിയ വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. കുടുംബത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇവയെല്ലാം ക്ഷമയോടെ പരിഹരിക്കാൻ സാധിക്കും. അത്തരത്തിൽ പെരുമാറണമെന്നും ഈ അവസരത്തിൽ പറയുകയാണ്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടുന്നൊരു സമയമാണ്. ഞായറാഴ്ച സൂര്യന് ജലം അർപ്പിക്കുന്നത് ഈ മേടൻ രാശിയിൽപ്പെട്ട മുഴുവൻ നക്ഷത്രക്കാർക്കും വലിയ ഫലത്തെ നൽകും. രണ്ടാമതായി പരിശോധിക്കുന്നത് ഇടവൻ രാശി നക്ഷത്രങ്ങളാണ്. പൊതുഫലമായി പറയാം, ശാന്തവും സ്ഥിരവുമായ ഒരു വാരമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഒരു നല്ല സമയമാണ് നിങ്ങൾക്കുള്ളത് കേട്ടോ. ചെലവുകൾ സ്വയം നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. കുടുംബത്തിൽ ബന്ധുക്കളുമായി നല്ല ഒരു ആശയവും പൊരുത്തവും പെട്ടും മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ശ്രമങ്ങൾക്ക് വലിയ ഫലം കിട്ടുന്ന രീതിയാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കാണുന്നത്. പ്രത്യേകമായ പരിഹാരം പറയുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നതും നാമാർച്ചന ചെയ്യുന്നതും തീർച്ചയായും വലിയ ഫലങ്ങളെ നൽകുമെന്ന് പറയേണ്ടി വരും. വീണ്ടും പരിശോധിക്കാം മിഥുനൻ രാശി നക്ഷത്രങ്ങൾ. എല്ലാ കാര്യത്തിലും ഒരു വേഗതയുണ്ടാകും. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഈ അവസരത്തിൽ കാണുന്നത്. പണമിടപാടുകളിൽ എപ്പോഴും ഒരു ജാഗ്രത വേണം. സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. ജോലിഭാരം കൂടുതലായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നത് ഈ നാൾക്കാർക്കെല്ലാം വലിയ ഫലത്തെ നൽകുന്നതാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് കർക്കിടകൻ രാശി നക്ഷത്രങ്ങളാണ്. ഭാഗ്യം കൂടി വരുന്നൊരു സമയമാണ്. കുടുംബത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്നൊരു സമയമാണ്. ബന്ധങ്ങൾ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് കാണുന്നുണ്ട്. വിദേശത്ത് അവസരങ്ങൾ വരും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അനിവാര്യമായൊരു കാര്യമാണ്. വീണ്ടും പരിശോധിക്കുന്നത് ചിങ്ങൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു സമയമാണ്. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ എപ്പോഴും സമാധാനം തുടരുന്നതായി കാണുന്നുണ്ട്. ജോലി കാര്യങ്ങളിൽ പ്രമോഷനും പ്രശംസയും ഒക്കെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സൂര്യന് ജലതർപ്പണം ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഫലത്തെ നൽകുന്നതാണ്. നമ്മൾ വീണ്ടും പരിശോധിക്കുന്നത് കന്നിരാശി നക്ഷത്രങ്ങളാണ്.
പൊതുഫലമായി പറയുകയാണെങ്കിൽ യാത്രകൾ ഇവർക്ക് ഗുണം ചെയ്യുമെന്നാണ് കാണുന്നത്. ചിലവുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ മാറി അതെല്ലാം മുന്നോട്ട് പോകുമെന്ന് കാണുന്നുണ്ട്. പ്രധാനമായി പരിഹാരം പറയാവുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അത്തരത്തിലുള്ള വഴിപാടുകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുകയോ ചെയ്യുന്നുള്ളതാണ്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് തുലാൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. കടം കൊടുക്കുന്നത് ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. സംസാരത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ലളിതാ സഹസ്രനാമം എല്ലാവരും ജപിക്കുന്നത് ഈ ആഴ്ച നിങ്ങൾക്കൊക്കെ തന്നെ വലിയ ഫലത്തെ നൽകുന്നതാണ്. വീണ്ടും പരിശോധിക്കാം വൃശ്ചികൻ രാശി നക്ഷത്രങ്ങൾ. ബന്ധങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് കാണുന്നുണ്ട്. വാങ്ങലുകളും കൊടുക്കലുകളും നടക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ കരാറുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഹനുമാൻ ദേവനെ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും നല്ല ഫലത്തെ നൽകുന്നതാണ്. വീണ്ടും പരിശോധിക്കാം ധനുരാശി നക്ഷത്രങ്ങൾ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറികടന്നു പോകുമെന്ന് കാണേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ലോണും സാമ്പത്തിക സഹായവും ഒക്കെ തന്നെ ലഭിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ടോ. പ്രയത്നം ചെയ്താൽ അതിന് ഫലം ലഭിക്കുന്നൊരു സമയമാണ്. ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഈ ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ വലിയ ഫലത്തെ നൽകുമെന്നാണ് പറയാനുള്ളത്. വീണ്ടും പരിശോധിക്കാം മകരൻ രാശി നക്ഷത്രങ്ങൾ. ബുദ്ധിപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് പറയുന്നുണ്ട്. ലാഭം വർദ്ധിക്കാനുള്ളൊരു സമയമാണ് കാണുന്നത്. കുടുംബത്തിൽ സന്തോഷ വാർത്തകൾ ഉണ്ടാകുമെന്നും പറയാം. ശനിദേവനെ പൂജിക്കുന്നത് വലിയ ഫലത്തെ നൽകുമെന്ന് കാണുന്നുണ്ട്. വീണ്ടും പരിശോധിക്കാം കുംഭൻ രാശി നക്ഷത്രങ്ങൾ. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ നേട്ടമുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ജോലിയിൽ സ്ഥിരതയുണ്ടാകും, സാമ്പത്തികമായ സ്ഥിരതയുണ്ടാകും. ശ്രദ്ധ കൂടുതൽ വേണ്ട ഒരു സമയമാണ് എന്ന് പറയാം. ശാസ്താവിനെ ഭജിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല ഫലത്തെ നൽകുന്നതാണ്. വീണ്ടും പരിശോധിക്കുക മീനൻ രാശി നക്ഷത്രങ്ങൾ. ചെറിയ യാത്രകൾ വേണ്ടിവരും. പ്രയത്നത്തിലൂടെ മാത്രം നിങ്ങൾക്ക് വിജയം വരുമെന്നാണ് കാണുന്നത്. വലിയ വരുമാനവും ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. IT മീഡിയ മേഖലയിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾ കൊണ്ടുവരുമെന്ന് കാണുന്നുണ്ട്. ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വലിയ ഫലത്തെ നൽകുന്നതാണ്. സമാപനമായി പറയാം, ഈ വാരത്തിൻ്റെ പ്രധാന സന്ദേശമെന്ന് പറയുന്നത് ആവേശം നിറച്ച് വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സൂര്യൻ്റെ ശക്തിയും ഗുരുവിൻ്റെ അനുഗ്രഹവും ചേർന്നാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ശനിയാഴ്ച എള്ളെണ്ണ വിളക്ക് തെളിക്കുന്നത് വലിയ ഫലത്തെ നൽകും. എല്ലാവർക്കും ഗുണകരമായ കാലമാണ്. എല്ലാവർക്കും നല്ല ഒരു വാരം നേരുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം ദർശനം ജ്യോതിഷ കേന്ദ്രം. നന്ദി, നമസ്കാരം.